നമ്മുടെ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ് അതിന് ബിൽഡ് ആവണില്ല. നമ്മൾ കോളേജിലാവുമ്പോൾ കുറേ എക്സാം എഴുതുന്നുണ്ട്, കുറേ തിയറി പഠിക്കേണ്ട കുറേ എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ നമ്മൾ എവിടെയും വർക്കിൽ പോയി എന്ത് ചെയ്യണോ ആ കാര്യം കോളേജിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണില്ല. എന്താണ് ദൈവത്തിൻ്റെ POV-യിൽ ഒരു മേക്കർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മേക്കർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ? ഞാൻ ആക്ച്വലി എക്സാമിന് തലേദിവസം പഠിക്കണ്ടായിരുന്നു. ഞാൻ വെറുതെ തലേദിവസം പഠിക്കുള്ളൂ. ഇൻ്റർണൽ എക്സാമിനൊക്കെ കുറേ പഠിക്കാതെ പോകും, പിന്നെ അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ച് പഠിക്കും എക്സാമിന് പോണ വഴിയിൽ. അത് മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ വർക്കൊന്നുമില്ല, ജസ്റ്റ് പാസിനാണ് എല്ലാം പോയത്. എനിക്ക് അക്കാഡമിക് സൈഡ് ആക്ച്വലി താല്പര്യമില്ല. എനിക്ക് താല്പര്യം വരിക അത് പ്രാക്ടിക്കൽ സൈഡായിട്ട് ലിങ്ക് ആകുമ്പോഴാണ്. മേക്കറെ മേക്കറാക്കുന്നത് എന്തൊക്കെ, ഐ മീൻ എന്തൊക്കെ കൈൻഡ് ഓഫ് സ്കിൽസ്, ക്വാളിറ്റീസോ സ്കിൽസ് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ സ്കിൽസോ എന്തായിരിക്കും? ക്ഷമ വേണം. എന്താണ് 3D? 3D പ്രിൻ്റർ ഇപ്പം കുറേയധികം ആൾക്കാർക്കൊക്കെ ഫെമിലിയർ ആണ്. കുറേ ഇപ്പം നമ്മൾ ടിങ്കർ സ്പേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ 3D പ്രിൻ്റർ ആൾക്കാർക്ക് ആക്സസിബിൾ ആക്കി കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ കുറേയധികം ആൾക്കാർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐ മീൻ എന്താണ് 3D പ്രിൻ്റർ? അപ്പം ദേവദത്തിൻ്റെ ഒരു ആംഗിൾ, ഐ മീൻ എന്തായിരിക്കും 3D പ്രിൻറ്റിങ്? 3D പ്രിൻ്റബിൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. printables.com, മേക്കർ വേൾഡ്, അങ്ങനെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ട സാധനം ചിലപ്പോൾ ഓൾറെഡി ആരെങ്കിലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദേവദത്ത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നു എന്ന് ദേവദത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം നമ്മൾ കാസർഗോഡ് ഹാക്കത്തോണിൽ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. സോ തൃശ്ശൂരാണ് ആക്ച്വലി നേറ്റീവ്. 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും 3D പ്രിൻ്റർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് ഒരു 3D പ്രിൻ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ലേറ്റർ ഓൺ അതേ 3D പ്രിൻ്റർ തന്നെ പൊളിച്ചിട്ട് സ്വന്തമായിട്ടൊരു ഹോം വർക്കിംഗ് മിഷൻ ഉണ്ടാക്കുന്നു. ആ ഹോം വർക്കിംഗ് മിഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അതിൻ്റെ പേജ് മറിച്ച് ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ ഹോം വർക്കുകൾ ചെയ്തു തരുന്ന ഒരു മിഷൻ ഉണ്ടാക്കുന്നു. ഐ മീൻ അതിൻ്റെ വീഡിയോസ് സാധനങ്ങളൊക്കെ വൈറലായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 40 മില്യൻ്റെ അടുത്ത് ആൾക്കാർ അത് കാണുന്നുണ്ട്. നാട്ടിലാണ് പഠിച്ചത്, എഞ്ചിനീയറിംഗ് ഇപ്പം റീസെൻ്റ്ലി പാസ്ഡ് ഔട്ടാണ്. എന്താണ് അപ്പം ചൈൽഡ്ഹുഡ് ഭയങ്കര ഡിഫറെൻ്റ് ആക്കിയത്, ഐ മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനായിട്ട്? ചൈൽഡ് സ്റ്റാർട്ടിങ് ആക്ച്വലി എല്ലാവർക്കും റിലേറ്റഡ് ആയ പോലെ തന്നെയാണ്. അച്ഛൻ എനിക്ക് സാധാരണ പിള്ളേരെ പോലെ ടോയ്സ് വാങ്ങിച്ചു തരും. ടോയ്സ് ചെയ്യാൻ പൊളിച്ചിട്ട് വേറെ സാധനം ഉണ്ടാക്കാൻ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയാണ് എല്ലാവരെയും പോലെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മെല്ലെ അച്ഛൻ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ 3D പ്രിൻ്ററിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. 3D പ്രിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാമെന്നാണ് എനിക്കത് മനസ്സിലായത്. അതൊരു വലിയൊരു പവർഫുൾ കോൺസെപ്റ്റ് അല്ലേ. ആസ് എ ചൈൽഡ് എനിക്ക് സാധനം ഉണ്ടാക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ടോയ്സ് പൊളിച്ചിട്ട് ഉണ്ടാക്കണമൊക്കെ എത്രയോ കൂടുതൽ ലൈക്ക് പവർഫുള്ളാണ്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പവർ. അപ്പോൾ ആ കാലത്ത് 3D പ്രിൻ്റർ ഇപ്പം അത് 2016-2017 കാലമായിരുന്നു. ആ കാലത്ത് 3D പ്രിൻ്റർ ഇപ്പം ആണെങ്കിൽ നമുക്ക് 20,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3D പ്രിൻ്റർ വാങ്ങിക്കാൻ കിട്ടും, Ender 3 വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ആ കാലത്ത് അങ്ങനെയല്ല. ആ കാലത്ത് 1 ലക്ഷത്തിൻ്റെ ഇടയിൽ ഒരു പ്രോപ്പർ 3D പ്രിൻ്റർ എവിടെയും കിട്ടില്ല. അപ്പോഴാണ് ഒബിയസ്ലി എനിക്ക് അച്ഛനടുത്ത് പറയാൻ പറ്റില്ല എനിക്ക് 1 ലക്ഷം രൂപയുടെ 3D പ്രിൻ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ഇതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസിന് അത്ര പ്രൈസ് ഇല്ല. അപ്പോൾ ഒരു 20,000 റുപ്പീസിനുള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് 3D പ്രിൻ്റർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു 9ാം ക്ലാസ്സിലേക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാനൊരു പ്ലാൻ ഇട്ടു. ഇന്ന കമ്പോണൻസ് വാങ്ങിക്കണം, ഇന്ന 3D പ്രിൻ്റർ ആണ് ബെസ്റ്റ്, ഇന്ന മെക്കാനിസം ആണ് അതിൻ്റെ ബെസ്റ്റ്. ഇതിൻ്റെ ഗാൻട്രി എന്ന് പറയും. CoreXY ഇപ്പോഴത്തെ നിങ്ങൾ ചിലപ്പോൾ അറിയണവർക്ക് 3D പ്രിൻ്ററിനെ കുറിച്ച് അറിയണവർക്ക് അറിയുണ്ടാവും. ഞാൻ ആദ്യം ഫസ്റ്റ് 3D പ്രിൻ്റർ ഉണ്ടാക്കിയത് ബാംബു X1 കാർബൺ അറിയില്ലേ? ബാംബു X1 കാർബൺ CoreXY 3D പ്രിൻ്ററാണ്. കാർബൺ ഫൈബർ റോഡാണ് അതിൻ്റെ X-beam. അതേ മോഡൽ 3D പ്രിൻ്ററാണ് ഞാൻ 2017 ഉണ്ടാക്കിയത് ഫസ്റ്റ് 3D പ്രിൻ്ററായിട്ട്. അപ്പോൾ ഞാനത് പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലെ വെക്കേഷൻ കഴിഞ്ഞിട്ട് 3D മോഡലിംഗ് പഠിച്ചു. ഫ്യൂഷൻ 360 പഠിച്ചിട്ട് അങ്ങനെ ഒരു 3D പ്രിൻ്റർ ഡിസൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ ആക്ച്വലി അതിൻ്റെ പാർട്സ് 3D പ്രിൻ്റ് ചെയ്ത് ഇവിടെ കൊച്ചി ഫാബ് ലാബിൽ നിന്നായിരുന്നു. കൊച്ചി ഫാബ് ലാബിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ 3D പ്രിൻ്റർ ഉണ്ടാക്കി 20,000 റുപ്പീസ് ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ. അതിന് മുന്നേ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. സോ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എല്ലാവരെ പോലെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ടോയ്സ് വാങ്ങിച്ച് ബിൽഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഇൻസ്പിറേഷൻ തോന്നിയതുകൊണ്ട്, ഒരു മോട്ടിവേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെ ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇങ്ങനെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണത്. ഓക്കെ. എന്താണ് 3D പ്രിൻ്റർ? ഇപ്പം കുറേയധികം ആൾക്കാർക്കൊക്കെ ഫെമിലിയർ ആണ്. കുറേ ഇപ്പം നമ്മൾ ടിങ്കർ സ്പേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ 3D പ്രിൻ്റർ ആൾക്കാർക്ക് ആക്സസിബിൾ ആക്കി കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ കുറേയധികം ആൾക്കാർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐ മീൻ എന്താണ് 3D പ്രിൻ്റർ? അപ്പം ദേവദത്തിൻ്റെ ഒരു ആംഗിൾ, ഐ മീൻ എന്തായിരിക്കും 3D പ്രിൻറ്റിങ് എന്നുള്ളത്? അല്ലെങ്കിൽ എന്തൊക്കെ അതിലെന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടോ? എന്തൊക്കെ നമുക്ക് ആക്ച്വലി അതിനകത്ത് പോസിബിൾ ആണെന്നുള്ളത്? ഓക്കെ, 3D പ്രിൻ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു
3D ഒബ്ജക്റ്റ് നമുക്ക് എന്ത് സാധനം ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, CAD സോഫ്റ്റ്വെയറിൽ എന്ത് സാധനം ഡിസൈൻ ചെയ്യാം. ആ ഒരു സാധനം ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 3D പ്രിൻ്റർ പോലത്തെ ഒരു മെഷീൻ വേണം നമുക്ക്. 3D പ്രിൻ്റർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ബേസിക്കലി എളുപ്പമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിൽ ഒരു റോ മെറ്റീരിയൽ ഉണ്ട്. റോ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതൊരു നൂല് പോലത്തെ ഒരു സാധനം, ഫിലമെൻ്റ് എന്ന് പറയും. ഈ ഫിലമെൻ്റ് പല ടൈപ്പ് 3D പ്രിൻറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക FDM 3D പ്രിൻ്ററാണ്. FDM 3D പ്രിൻ്റർ എന്താ വെച്ചാൽ ഈ നൂല് അഥവാ ഫിലമെൻ്റ് എടുക്കും, എന്നിട്ട് ചൂടാക്കി മെൽറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പ് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ആദ്യം സാധനം ഒരു പെട്ടി 3D പ്രിൻറ്റ് ചെയ്ത് വിചാരിക്കുക, 3D പ്രിൻ്റ് വിചാരിക്കുക, ഒരു പെട്ടി 3D പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പെട്ടിൻ്റെ ഡിസൈൻ ഉണ്ടാക്കും, എന്നിട്ട് സ്ലൈസർ പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറിലേക്ക് ഇടും. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടീനെ കുറേ കഷ്ണങ്ങളാക്കും. ഓരോ കഷ്ണത്തിന് നമ്മൾ ലെയർ ഹൈറ്റ് എന്ന് പറയുക. ആ കഷ്ണം ഇങ്ങനെ നമ്മൾ പേപ്പറിൽ വരയ്ക്കണ പോലെ വരച്ചുണ്ടാക്കും. നമ്മൾ ഡ്രോയിങ് ഉണ്ടാക്കില്ല, അതേപോലെ 2 ആക്സിസിൽ മൂവ് ചെയ്യാൻ പറ്റും. ആ 2D സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 ആക്സിസിൽ മൂവ് ചെയ്തിട്ട് ബേസിക്കലി നമ്മൾ കൈകൊണ്ട് വരയ്ക്കണ പോലെ വരയ്ക്കും. അപ്പോൾ വരയ്ക്കണ ഷേപ്പിൽ നമ്മൾ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് ആവും. ഒരു ലെയർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വരയ്ക്കും. അങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഒരു 3D ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. സാധാരണ നിങ്ങൾ FDM 3D പ്രിൻ്റർ ആവാൻ കണ്ടിട്ടുണ്ടാവും. വേറെയും കുറേ ടൈപ്പ് 3D പ്രിൻറ്റേഴ്സ് ഉണ്ട്. FDM പോപ്പുലർ ആവാൻ കാരണം ഏറ്റവും മനോഹരമാണ്, പിന്നെ നമുക്ക് ലൈക്ക് ആക്സസിബിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് FDM 3D പ്രിൻ്റർ പോപ്പുലർ ആയി. വേറെയും ടൈപ്പ് 3D പ്രിൻറ്റേഴ്സ് ഉണ്ട്. SLA ഉണ്ട്. SLA വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ്, അതിൻ്റെ ഇൻപുട്ട് മെറ്റീരിയൽ ലിക്വിഡാണ്. ഫോട്ടോ പോളിമർ എന്ന് പറയുക. ഫോട്ടോ പോളിമർ എന്ന് പറയാൻ കാരണം അതിൽ UV ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവും. ഓക്കെ. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ പ്രൊജക്ടറിൽ പ്രൊജക്റ്റ് ചെയ്യില്ലോ, ഒരു അതിൻ്റെ ക്രോസ് സെക്ഷൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ഷേപ്പ് സോളിഡ് ആവും, ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവും. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് സ്റ്റാക്ക് ചെയ്തിട്ട് ഇതിനെ പോലത്തെ ഇതിൽ വരും. പിന്നെ വേറെയും കുറേ ഇതൊക്കെ ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. SLS ഉണ്ട്, മെറ്റലിൽ 3D പ്രിൻറ്റ് ചെയ്യാം, കുറേ ഉണ്ട്. ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയിപ്പിക്കുന്നില്ല. സോ എനിക്കിപ്പോൾ നാളെ എന്തെങ്കിലും ഒന്ന് 3D പ്രിൻറ്റ് ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ദേവദത്ത് 3D പ്രിൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, എനിക്കും ഹാർഡ്വെയർ സാധനങ്ങൾ 3D പ്രിൻറ്റ് ചെയ്ത് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എനിക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എന്താണ് എൻ്റെ കയ്യിലൊരു 3D പ്രിൻ്റർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്പേസിലൊരു 3D പ്രിൻ്റർ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അത് ഡിസൈൻ ചെയ്യാൻ പറ്റും? ഓക്കെ. സോ നമുക്ക് എവിടെയില്ല, നിങ്ങൾക്ക് ആദ്യം വേണ്ട സാധനം ആക്ച്വലി വേറെ ആരെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതിന് കുറച്ച് നമുക്ക് വേണ്ട സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. അതിൻ്റെ ഒപ്പം CAD അല്ലെങ്കിൽ 3D പ്രിൻ്റബിൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. printables.com, മേക്കർ വേൾഡ്, അങ്ങനെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ട സാധനം ചിലപ്പോൾ ഓൾറെഡി ആരെങ്കിലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ 3D മോഡലിംഗ് അറിയേണ്ടി വരും. ഇപ്പോൾ വണ്ടി ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് അറിയണം. അതുപോലെ 3D പ്രിൻ്ററിൽ നമുക്ക് വേണ്ട സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 3D മോഡലിംഗ് അറിയണം. അപ്പോൾ 3D മോഡലിംഗ് ആദ്യം ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അത് അറിയണ ആരെങ്കിലും വെച്ചിട്ട് 3D മോഡൽ ചെയ്യിപ്പിക്കേണ്ടി വരും. പ്രിഫർ ചെയ്യുക 3D മോഡലിംഗ് പഠിക്കണതാണ്. സോ 3D മോഡലിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ Fusion 360 ഒരു ഫ്രീ ഓപ്ഷനാണ്. സോ Fusion 360 ഒരു മാസത്തിൽ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ട സാധനം ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കൊരു സാധനം 3D മോഡൽ ചെയ്യാം, എന്നിട്ട് 3D പ്രിൻ്റ് വേണ്ട ഓപ്ഷൻ ഉണ്ട് അതിൽ. അത് വെച്ചിട്ട് നമുക്ക് STL, OBJ അങ്ങനെ കുറച്ച് ഫോർമാറ്റ്സിൽ എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈ സ്ലൈസർ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് സ്ലൈസ് ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ട്. ഓവർ ഹാങ്ങിനെ പറ്റി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓവർ ഹാങ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രി, ഇതിലും കൂടുതൽ ഓവർ ഹാങ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് മെറ്റീരിയൽ വേണം. അല്ലെങ്കിൽ പിന്നെ എയറിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ സപ്പോർട്ട് മെറ്റീരിയൽസ് ഒക്കെ വേണ്ടി വരും. സപ്പോർട്ട് ഇല്ലാതെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യണം. ഇതൊക്കെയാണ് മെയിനായിട്ട്. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഫോഴ്സ്, ലെയറിൻ്റെ സ്ട്രെങ്ത്ത്, സെഡ് ആക്സിസിൽ സ്ട്രെങ്ത്ത് കുറവാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. സെഡ് ആക്സിസിൽ സ്ട്രെങ്ത്ത് കുറവാണ്, ബാക്കിയുള്ള ആക്സിസിൽ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അതൊക്കെ കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിഗിനർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി ഡിസൈൻഡ് ആയിട്ടുള്ള ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഒരു ഫസ്റ്റ് ഹാൻഡ് അപ്രോച്ച്. ഓക്കെ. സോ നമ്മൾ 3D പ്രിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണല്ലോ പിന്നെ നമ്മൾ മറ്റേ ഹോംവർക്ക് മെഷീനിലേക്ക് വന്നത്. സോ സിമിലർലി അതേ ആക്സസുകളിൽ തന്നെ പേന വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അന്നും എനിക്ക് തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ ഹാൻഡ് റൈറ്റൺ സാധനത്തിലാണല്ലോ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ChatGPT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും AI സാധനങ്ങളിലൊക്കെ ആയിട്ട് അത് ആക്ച്വലി ഭയങ്കര പോസിബിൾ ആണ്. പക്ഷേ അന്ന് എങ്ങനെയായിരുന്നു ആക്ച്വലി അത് പോസിബിൾ ആക്കി എടുത്തത്? അത് ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തതാണോ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാക്കുന്നത്? ഞാനത് എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്സ് ടാബ്ലറ്റ്, അന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഗ്രാഫിക്സ് ടാബ്ലറ്റ് ആയിരുന്നില്ല. ഞാൻ മൗസ് കൊണ്ട് തന്നെ എൻ്റെ ഓരോ ഇത്
എൻ്റെ ഫോട്ടോ എടുത്തു ഞാൻ എന്നെ വരച്ചത് ഈ സ്മോൾ ലെറ്റർ എ ടു സെറ്റ്, ക്യാപിറ്റൽ ലെറ്റർ എ ടു സെറ്റ്, പിന്നെ കുറച്ച് സിമ്പിൾസൊക്കെ ഞാൻ പേപ്പറിൽ വരച്ച് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രേസ് ചെയ്തിട്ട് ഞാൻ ജി കോഡായിട്ട് സേവ് ചെയ്തു. ജി കോഡ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ XY കോർഡിനേറ്റ്സ് ആണ്, എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്നുള്ളത് ടൂളിട്ട്, പെൻ എങ്ങനെ നീങ്ങണം എന്നുള്ള ഒരു പാത്താണ്. അതെല്ലാ ലെറ്റേഴ്സിൻ്റെ ഞാൻ സേവ് ചെയ്ത് ഒരു ഫോൺ ഫയൽ പോലെ ഉണ്ടാക്കി. ആക്ച്വലി ഫോണ്ടല്ല, ജി കോഡിൻ്റെ ഒരു ലിസ്റ്റാണ്. എന്നിട്ട് ഞാൻ ഒരു പൈതൺ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഈ പൈതൺ സോഫ്റ്റ്വെയറിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതേണ്ടതെന്നുള്ള കണ്ടൻറ്റ് ഒരു ഫയലായിട്ട് സേവ് ചെയ്യണം. input.txt ഈ ടെക്സ്റ്റ് ഫയൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈതൺ സോഫ്റ്റ്വെയർ ആ ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യും. എന്നിട്ട് കണ്ടൻറ്റ് നോക്കും, ഫസ്റ്റ് ലെറ്റർ ഏതാ നോക്കും. ഫസ്റ്റ് ലെറ്റർ എ ആണ് വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ ഫോൺ ഫയൽ പോലെ സേവ് ചെയ്ത് പറഞ്ഞില്ലേ, അവിടെ ലുക്കപ്പ് ചെയ്യും ഈ സ്മോൾ ലെറ്റർ എ എൻ്റെ ജി കോഡ് എന്താണ് വരേണ്ടത്. എന്നിട്ട് ആ ജി കോഡ് നമുക്ക് ഔട്ട്പുട്ട് ജി കോഡ് ഫയലിൽ ഫസ്റ്റ് ഇത് വയ്ക്കും, സ്മോൾ ലെറ്റർ എൻ്റെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസിനുള്ള ഇതുണ്ട്, പൈതൺ സോഫ്റ്റ്വെയർ കുറച്ച് സ്പേസ് വിടാനുള്ളതുണ്ട്. പിന്നെ അടുത്ത ലെറ്റർ അങ്ങനെ ഓരോ ലെറ്റേഴ്സായിട്ട് വയ്ക്കും. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറ്റത്ത് സ്ഥലം ഉണ്ടോ എന്നൊക്കെ നോക്കാനുള്ള കുറച്ച് ലോജിക്ക് ഉണ്ട്. പിന്നെ പേജ് കഴിഞ്ഞോ നോക്കാനുള്ള കുറച്ച് ലോജിക്ക് ഉണ്ട്. പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേജ് മറക്കാനുള്ള കുറച്ച് ലോജിക്ക് ഉണ്ട്. അങ്ങനെ കുറേ ലോജിക്സ് ഉണ്ട് എൻ്റെ ഇടയിൽ. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബേസിക്കലി ഇതുപോലെയൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഗ്രാഫിക്സ് ടാബ്ലറ്റ് വാങ്ങിച്ചതിന് ശേഷം, ഗ്രാഫിക്സ് ടാബ്ലറ്റ് ബൈ ദ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് പോലെയാണ്, സ്ക്രീനില്ല, അതിൽ നമുക്ക് പെന്നോണ്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് PC-ക്ക് ഹാൻഡ് റൈറ്റിംഗ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെന്നോണ്ട് ചെയ്താൽ അതേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക ഗ്രാഫിക്സ് ആപ്പ്. പിന്നെ ഞാൻ ടാബ്ലറ്റ് വാങ്ങിച്ചു. ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കിയിട്ട്, അത് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല, ആൻഡ്രോയിഡ് ആപ്പിൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് റെക്കോർഡ് ചെയ്യാം സ്റ്റൈലസ് വെച്ചിട്ട്. നൈസ്. അപ്പം പിന്നെ ഹോംവർക്ക് മിഷൻ്റെ ഒരു 2.0 പോലെ എന്താണ് അപ്പം അങ്ങനെ ആലോചിക്കുന്നുണ്ടോ അതിനകത്ത് ഫർദർ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാനായിട്ട്? എല്ലാവരും കണ്ടിട്ടുണ്ടാവുക ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു മെഷീനായിരുന്നു. അതിൻ്റെ 3D പ്രിൻ്ററിൻ്റെ പാർട്സ് അഴിച്ചുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ ഹൈലി റിലയബിൾ ആവണം, ഫുള്ളി ഓട്ടോമേറ്റഡ് ആവണം, പിന്നെ നല്ല കപ്പാസിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോഴുള്ള ഈ മെഷീൻ ഞാൻ പ്രൊഡക്റ്റായിട്ട് വിറ്റിട്ട് കാര്യം ഉണ്ടാവില്ല, അത് സക്സസ് ആവില്ല. കാരണം ആ മെഷീന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് കുറേ റൺ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളത്. ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെഷീൻ, ഒരു മെഷീനിൽ 500 സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ 500 സ്റ്റുഡൻസിന് ഒറ്റ മെഷീൻ മതി. ഞാൻ സ്റ്റുഡൻസ് വാങ്ങാൻ വേണ്ടി പ്ലാനുള്ളതല്ല, എടുത്തല്ല ഫോട്ടോസ്റ്റാറ്റ് കാർഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിൽക്കാം. അപ്പോൾ അവരിത് റൺ ചെയ്തോളും. 500 സ്റ്റുഡൻസ് ഒറ്റ മെഷീൻ മതി. പിന്നെ A4-നും ബുക്കിനും സെപ്പറേറ്റ് മെഷീൻസാണ് ഉണ്ടാകുന്നത്. കാരണം രണ്ട് മീഡിയത്തിന് അല്ല, അത് ബുക്കിന് A4-നും ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ബുക്ക് നമുക്ക് വയ്ക്കാം. മെഷീനിലേക്ക് ഒരു സ്റ്റാക്ക് ബുക്ക് വെച്ച് കൊടുത്താൽ മതി. ആ സ്റ്റാക്ക് ബുക്ക് മൊത്തം എഴുതി തരും. ഓരോ ബുക്ക് എടുക്കും, പേജ് തുറന്നിട്ടിരിക്കുന്നുണ്ടാവുക, ആ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, മറിച്ച് എന്താ എഴുതേണ്ടത് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അത് മാറ്റി വയ്ക്കും, അടുത്ത ബുക്ക് എടുക്കും, ഫുൾ എഴുതും, മാറ്റി വയ്ക്കും. അതിന് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കടക്കാരനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെഷീൻ വെറുതെ വെച്ചാൽ മതി. പിള്ളേർ ബുക്ക് കൊണ്ടുവന്ന് വയ്ക്കും, പിള്ളേർ ബുക്ക് എടുത്തുകൊണ്ടാവും. പിള്ളേർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർ എഴുതേണ്ട കണ്ടൻറ്റ് ഞങ്ങളൊരു ആപ്പ് ഉണ്ടാകുന്നുണ്ട്, ആപ്പിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ബുക്ക് ചെയ്യാം, മെഷീൻ ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്കിന് ഒരു പേജിന് 3 രൂപ വെച്ചിട്ടാണ്. അല്ല, ജനറലി ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ആൾക്കാർ ഹോംവർക്കിന് വേണ്ടിയിട്ട് ഇത്രയും എന്താ പറയുക കാശ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ എന്നൊക്കെയുള്ളത്. പക്ഷേ അന്ന് ആ വീഡിയോ ഒക്കെ പുറത്ത് വന്നതിന് ശേഷം 1000-നടുത്ത് എൻക്വയറീസ് ഉണ്ടായിരുന്നു അല്ലേ? കുറേ ആൾക്കാർ ഇപ്പോഴും വിളിക്കാറുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു മെഷീൻ വേണം, കുറേ എഴുതാറുണ്ട്, വേറെ ഒന്നും സമയമില്ല, ഉറക്കം വെച്ചിട്ടാണ് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഡിമാൻഡുള്ള സാധനം, എൻ്റെ കോളേജിൽ തന്നെ എല്ലാവർക്കും സാധനം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് പറയാറൊക്കെ ഉണ്ട്. ഞാൻ മാക്സിമം സ്പീഡിൽ നോക്കുന്നുണ്ട്. എൻ്റെ ഹോംവർക്കുകൾ ഇങ്ങനെ കൊടുക്കുന്നതാണോ അതോ എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് എന്താ പറയുക സ്റ്റുഡൻസ് ലേൺ ചെയ്യുന്നത് മെഷർ ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇതൊരു ലേണിംഗ് ആയിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ദേവദത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അക്കാഡമിക് ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ദേവദത്ത് കുറേ സാധനങ്ങൾ ലേൺ ചെയ്തു എന്നുള്ളതാണ്. സോ ജനറലി ഡിസ്കസ് ചെയ്യാത്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇത് ഡേ 1 ദേവദത്ത് ആലോചിക്കുന്ന ഒരു 3D പ്രിൻ്റർ ഉണ്ടാക്കണം, ഉടനെ തന്നെ പിറ്റേ ദിവസം ഒരു ഫുൾ പിക്ചർ മൈൻഡിൽ വരുന്നു, ദേവദത്ത് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലോ. ഇതൊരു മൾട്ടിപ്പിൾ ഐട്രേഷൻസിലായിരിക്കുമല്ലോ പോയിട്ടുണ്ടാക്കുക. എന്തായിരിക്കും ഒരു ഭയങ്കര വലിയൊരു ഇപ്പോഴും സ്റ്റിൽ ഓർക്കുന്ന ഭയങ്കര വലിയൊരു ഫെയിലിയർ സാധനങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഫെയിലിയർ ഏറ്റവും ഉണ്ടാവുക സ്റ്റാർട്ടിങ്ങിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് 3D പ്രിൻ്റർ ഞാൻ ഉണ്ടാക്കിയത്
അതിന് മുന്നേ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പ്രോട്ടോടൈപ്പ് ആക്ച്വലി ഫെയിലിയർ ആയിരുന്നു. അതിൻ്റെ കാരണം ഞാൻ പറയാം. അന്ന് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഏറ്റവും ആദ്യത്തെ 3D പ്രിൻ്റർ ഞാൻ ഉണ്ടാക്കിയെന്ന് നോക്കിയത് തറസ് വെക്കേഷനിൽ. അത് ആശേരി ഉണ്ട്, ഞങ്ങളുടെ വീടൊക്കെ റെനോവേറ്റ് ചെയ്തൊരു ആശേരി ഉണ്ട്, ആളുടെ അടുത്ത് പോയിട്ടാണ്. അപ്പോൾ അതിലെന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം ഭയങ്കര സ്ലോപ്പ് ഉണ്ട്. ഇത് എവിടെ കാണിക്കുന്നുണ്ട്? ഇതായിരുന്നു 3D മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം 3D മോഡൽ ചെയ്തതാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫ്രെയിം, ഉള്ളിലത്തെ ഫ്രെയിം. ഇത് ഫിസിക്കലി ഉണ്ടാക്കിയത്. ഇതായിരുന്നു അതിൻ്റെ മെക്കാനിസം. ഇത് മൊത്തം വുഡും അലുമിനിയം എൽ ചാനലും പിന്നെ 608 ബെയറിങ്സ് ആയിരുന്നു. ഇതിനെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീൽ അലുമിനിയത്തിൻ്റെ മുകളിൽ റോൾ ചെയ്യുമ്പോൾ അലുമിനിയം സോഫ്റ്റ് ആയതുകൊണ്ട് അലുമിനിയത്തിൽ ഗ്രൂ വരും. അങ്ങനെ ഭയങ്കര സ്ലോപ്പായി, ആക്യുറസി ഇല്ലാതായി മെക്കാനിസത്തിന്. അപ്പോൾ അങ്ങനെ ഇത് അബാൻഡൻ ചെയ്യേണ്ടി വന്നു. ഈ ഒരു പ്രോട്ടോടൈപ്പ് അബാൻഡൻ ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഞാൻ മറ്റേ കാർബൺ ഫൈബർ റോഡൊക്കെ ഉള്ള മെഷീൻ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത്. അത് സക്സസ് ആയി. അത് നല്ല ക്വാളിറ്റിയിൽ 3D പ്രിൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫെയിലിയർ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് ചെയ്തൊരു കോമൺ ആണ് ആക്ച്വലി. മിക്ക പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങാൻ പറ്റുന്നത് ഹൺഡ്രഡ്സ് ഓഫ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് പ്രോട്ടോടൈപ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. റിഫൈൻ ചെയ്ത് വരാൻ ടൈം എടുക്കും. അപ്പോൾ അത് ആക്ച്വലി എഞ്ചിനീയറിംഗിൽ ഫെയിലിയേഴ്സ് കോമൺ ആണ്. ഫെയിലിയേഴ്സൊക്കെ സ്ട്രൈറ്റൻ ഔട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ലേണിങ്ങിൽ ദൈവത്തിൻ്റെ ഒരു ജനറലി ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ? പുതിയ സാധനങ്ങൾ പഠിക്കാനോ ചെയ്യാനോ ഒക്കെ ആയിട്ട്. ഇപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും പല സാധനങ്ങളുണ്ടോ. ഇപ്പം സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും സ്വന്തം പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ജനറലി ദൈവത്തിൻ്റെ ഒരു ലേണിംഗ് അപ്രോച്ചോ അല്ലെങ്കിൽ അതിനകത്ത് എടുക്കുന്ന ഒരു മെത്തഡോളജീസ് ഒക്കെ എന്തൊക്കെയാണ്? ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ 3D പ്രിൻ്റർ ഞാൻ കണ്ട യൂട്യൂബിലാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് വഴി പഠിക്കാനാണ് താല്പര്യം. എനിക്ക് കൂടുതൽ വീഡിയോ കണ്ട് പഠിക്കാനാണ് താല്പര്യം. എനിക്ക് ബുക്ക് വായിക്കാനകത്ത് വലിയ താല്പര്യമില്ല. എനിക്ക് വീഡിയോസ് കാണാനും താല്പര്യമില്ല. കാരണം കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ട്, കൂടുതൽ വീഡിയോ കാണാം, നമുക്ക് ഓഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ChatGPT ഉള്ളതുകൊണ്ട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെൻറ്ററിനെ പോലെ. ChatGPT മാത്രമല്ല, വേറെയും കുറേ ഉണ്ട്. ക്ലോഡ് ഉണ്ട്. ChatGPT ബെറ്ററാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മെൻറ്ററിൻ്റെ റോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഈ ChatGPT ഒക്കെ വരുന്നതിന് മുന്നേ എനിക്കൊരു സാധനം പഠിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന പ്രോജക്റ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളിലേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തപ്പി പിടിക്കേണ്ടി വരിക. എവിടെ ഉണ്ടാവില്ല ഞാൻ നോക്കണ എറേഴ്സ്. അപ്പോൾ അങ്ങനെ മെൻറ്ററിൻ്റെ റോൾ ഫുൾഫിൽ ചെയ്യണ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ChatGPTക്ക് മുന്നേ. ChatGPT കുറേയൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെൻറ്ററിൻ്റെ ഒരു റോളായിട്ടുള്ളൂ. അപ്പോൾ മെൻറ്റർ ഉണ്ട്, പിന്നെ യൂട്യൂബിൽ കുറേ അതുപോലെ വീഡിയോസ് ഉണ്ട്, നമുക്ക് മിക്ക ടോപ്പിക്സിലും ഉണ്ട്. ഞാൻ സാധാരണ ഈ രണ്ട് വെച്ചിട്ടാണ് പഠിക്കാറ്. ഓക്കെ. ഇപ്പം എന്താ പറയുക, ബാക്ക് ടു നമ്മുടെ ഹാൻഡ് റിട്ടൺ മിഷനിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മലയാളികൾ പൊതുവെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ പറയുന്ന പോലത്തെ ഒരു ചൊറി സംസാരം ഉണ്ടാവുമല്ലോ. എന്താ പറയുക, ഇപ്പം ഹോംവർക്ക് എഴുതാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ താങ്കളിത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇത് പിള്ളേരുടെ ഭാവി എന്താവും. സോ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതെ, ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ കാരണം ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളേജാണ്. കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക്. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ അസൈൻമെൻറ്റ്, റെക്കോർഡ്, ഹോംവർക്ക് ഇതൊക്കെ ചെയ്യാനേ സമയമുള്ളൂ. രാത്രി ഉറക്കം വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കുറേ ആൾക്കാർക്ക് ഇത് അവസ്ഥ തന്നെ ആയിരിക്കും. എനിക്ക് ആക്ച്വലി വീട്ടിൽ എത്തിയിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നാണ് താല്പര്യം. ഇതൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഒരു തീരെ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായപ്പോഴാണ് ഞാൻ ഈ ഹോംവർക്ക് മെഷീൻ ഇങ്ങനെ ഒരു മെഷീൻ എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയാലെന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വേറെ ചോദ്യം ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി ഇല്ലാതെയാവോ, കുട്ടികൾ പഠിക്കാതെയാവോ? ആക്ച്വലി ഈ അസൈൻമെൻറ്റ് റെക്കോർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവണമെന്ന് ടീച്ചർമാർക്ക് പലർക്ക് അറിയണ്ടാവില്ല. ആക്ച്വലി പിള്ളേർ ഇത് ഒരാൾ ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും ഇത് കോപ്പി അടിച്ചെടുക്കും. റെക്കോർഡൊക്കെ ആണെങ്കിൽ എൻ്റെ കോളേജിൽ നടക്കുന്ന കാര്യം പറയാണ്, ഒരു PDF വരും. PDF നോക്കിയിട്ട് നമ്മൾ അതേപോലെ എഴുതാണ്. നമ്മൾ ബേസിക്കലി പ്രിൻ്ററിൻ്റെ പണിയാണ് ചെയ്യുന്നത്. അതൊക്കെ പഠിച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് തോന്നുന്നില്ല അതൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊരു എത്തിക്കലി സൗണ്ടാണെന്ന് തോന്നുന്നത്. ഇതാവുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇത് പ്രാക്ടിക്കലി ഇതുപോലത്തെ പ്രൊജക്ട്സ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ പഠിക്കുക. ഇങ്ങനെ തിയറിറ്റിക്കൽ നോളജ് മാത്രം പോരാ, പ്രാക്ടിക്കൽ നോളജ് പറ്റുക. എൻ്റെ അനിയത്തി കൂടുതൽ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എക്സാമിന് പഠിക്കാൻ സമയമില്ല എന്നാണ് ഈ അസൈൻമെൻറ്റ് റെക്കോർഡൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആക്ച്വലി ഇത് ബെനിഫിഷ്യൽ ആണോ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. സോ ഇപ്പം കുറേയധികം ആൾക്കാരും ഹാർഡ്വെയർ, ഞാൻ ലാർജ് സെറ്റിൽ കാണുന്ന ആൾക്കാരെല്ലാം ടെക്നോളജി സൈഡിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് പാത്ത് എടുക്കുന്ന എല്ലാ സെറ്റ് ഓഫ് ആൾക്കാർക്കും അവരാദ്യം ഇതേപോലെ ദേവത്ത് പറഞ്ഞ രീതിയിൽ ഇതേപോലെ ടോയ്സ് അഴിച്ചു നോക്കിയും അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുറേ ഗെയിംസ് സാധനങ്ങൾ അങ്ങനെ കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ടാകുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ കുറേ കൂടെ ഒരു ഹാർഡ്വെയർ സൈഡിലാണ്
ജനറലി ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ പ്രോസസ്സ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഒരു കമ്പോണൻറ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിനിടുന്ന കാശും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ട്രഗിൾ പോയിന്റും ഉണ്ട്. സോ ഹാർഡ്വെയറിൽ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാർക്ക് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു 4-5 പ്രൊജക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 4-5 കാര്യങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ടു സ്റ്റാർട്ട് വിത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവദത്തിൻ്റെ ഒരു ഒപ്പീനിയൻ എന്തൊക്കെയായിരിക്കും? ഒരു പാത്വേ പോലെ പറയാം. ഹാർഡ്വെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക അർഡിനോ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അർഡിനോ അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. എന്താണെന്നോ അർഡിനോ വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഒരു അർഡിനോ ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനി കുറച്ച് ബോർഡ്സ് ഇറക്കുന്നുണ്ട്. ആ ബോർഡ്സിനോട് സെപ്പറേറ്റ് ആയിട്ടുള്ള സപ്പോർട്ടഡ് ആയിട്ടുള്ള ID അഥവാ കോഡ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് അത് ഇറക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലൈബ്രറീസ് ഇറക്കുന്നുണ്ട്. ലൈബ്രറീസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് കോഡാണ് നമുക്ക് വേണ്ട സാധനം ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അർഡിനോൻ്റെ ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഓൾറെഡി കുറേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡുണ്ട്, കുറേ സപ്പോർട്ടിങ് ഫോറംസ് ഉണ്ട്. നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ പ്രൊജക്ട്സ് ഉണ്ട് അർഡിനോൻ്റെ. അപ്പോൾ നിനക്ക് ഫോറംസ് ഇല്ലാത്ത തന്നെ സാധനമാണെന്നുണ്ടെങ്കിൽ ഇന്ന സാധനം ഉണ്ടാക്കണമെന്ന് ChatGPT പറഞ്ഞെങ്കിൽ ChatGPT ഇതിൻ്റെ കോഡ് പറഞ്ഞുതരും. യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ കോഡിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഈ സെൻസർ എന്താണ് പർപ്പസ്, ഈ ബോർഡിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക, ഫുൾ ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ സജസ്റ്റ് ചെയ്യുക അർഡിനോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കോളേജ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. സ്കൂൾ പിള്ളേർക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ സംഭവമാണ് അർഡിനോ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അർഡിനോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ മുകളിൽ കുറച്ച് ഹോൾഡ് വരും. പിന്നെ നമുക്ക് 3D മോൾഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്നും എക്സ്പെൻസീവ് അല്ല കേട്ടോ. അർഡിനോ വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടിങ്കറബിൽ കുറച്ച് മെഷീൻസ് ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മെഷീനിൽ കുറച്ച് മെഷീൻസ് ഉണ്ട്. അടുത്തുള്ള കോളേജിൽ ചിലപ്പോൾ ഫാബ് ലാബ് ഉണ്ടാവും. ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അർഡിനോ ചെയ്യുക. ഫ്യൂഷൻ 360 എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആണ്. ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ലൈസൻസ് കിട്ടും. എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 3D മോഡലിംഗ് പഠിക്കും. 3D മോഡലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറിലൊരു പാർട്ട്. അത് ഇപ്പോഴും കുറേ ആൾക്കാർ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടായിട്ടും ഈ 3D മോഡലിംഗ് അറിയില്ല. അതുകൊണ്ട് അവർ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫൈനൽ പ്രൊജക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ അർഡിനോ 3D മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യാം. ഓക്കെ കൂൾ. സോ ഇപ്പം ലൈഫിലൊരിക്കലും ഒരു മേക്കർ ആവണം, മേക്കർ എന്നുള്ള കീവേഡൊക്കെ ഇപ്പം വെരി റീസെൻ്റ്ലി ആയിരിക്കും നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ ടിങ്കർ ഹബിൻ്റെ മറ്റേ ക്യാമ്പസിൽ മേക്കർ ഓഫ് ദ മന്ത് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിന് മുന്നേ ഉള്ളൊരു ടൈം പീരീഡും ഇപ്പോൾ ഈ ഒരു മേക്കർ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ലൈഫും കൂടെ നോക്കുന്ന ആസ് എ റെഗുലർ ടൈം പീരീഡും ഇപ്പോൾ ഒരു മേക്കർ എന്നുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എത്രത്തോളം ലൈഫിൽ അങ്ങനെ ഒരു ഭയങ്കര ചേഞ്ചോ അല്ലെങ്കിൽ ഒരു വേൾഡ് വ്യൂവിൽ ഉണ്ടാകുന്ന പേഴ്സ്പെക്റ്റീവിലൊക്കെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റി അനുസരിച്ച് എനിക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നൊന്നും ഉണ്ടാക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. വലിയ സ്പെഷ്യലായിട്ട് തോന്നണമെന്നില്ല. എനിക്ക് നാച്ചുറൽ ടെൻഡൻസിയാണ്. അതിപ്പോൾ ക്യൂരിയോസിറ്റിയുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പരിപാടി തന്നെയാണ്. സ്റ്റാർട്ടിങ് തൊട്ടേ ഇതുപോലെ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി കാരണം എനിക്ക് ഉണ്ടാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടാവും. ആ ക്യൂരിയോസിറ്റി കാരണം ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കും. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന പണി തന്നെയാണ്. ഓക്കെ. സോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ കൂടെ ആൾക്കാർ പഠിച്ച് പരീക്ഷ എഴുതി പാസ് ഔട്ട് ആകുന്നു എന്നുള്ളൊരു സ്ട്രക്ചറാണല്ലോ. സോ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ബേസിക്കലി ഇതേപോലെ ഒരു മേക്കിംഗ് മെൻറ്റാലിറ്റിയോ അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഹാൻഡ്സ് ഓൺ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് അവർ ലേൺ ചെയ്യണം എന്നൊക്കെ ഉള്ളതിലാണെന്നുണ്ടെങ്കിലും എന്താ ഇപ്പം ഒരു എഡ്യൂക്കേഷൻ പേഴ്സ്പെക്റ്റീവ് ആക്ച്വലി നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇത് നല്ലൊരു പോയിന്റാണ്. എഡ്യൂക്കേഷൻ എൻ്റെ ഡിഫക്റ്റ് കാരണമാണ് എൻ്റെ അഭിപ്രായത്തിൽ ആൾക്കാർ പാസ് ഔട്ടായിട്ടും ജോലി കിട്ടാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കോളേജിൽ ചെയ്യണ പരിപാടി ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട വർക്ക് നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കോളേജിൽ നമ്മൾ എക്സാം എഴുതിയിട്ടാണ് സക്സീഡ് ചെയ്യുന്നത്. ജോലിയിൽ പക്ഷേ നമുക്ക് ഓരോ പ്രൊജക്ട്സ് തരും. ആ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ കോളേജിൽ നമുക്ക് വർക്കിന് വേണ്ട സ്കിൽസ് ബിൽഡ് ആവണില്ല. അതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോ സാധനം പഠിപ്പിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു മെക്കാനിസം ടൈമിംഗ് പുള്ളിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തിയറിയിൽ നിന്ന് പ്രാക്ടിക്കലിന് പോകണതിന് പകരം പ്രാക്ടിക്കലിൽ നിന്ന് തിയറിക്ക് പോകണമെന്നാണ് അഭിപ്രായം. ഫോർ എക്സാമ്പിൾ ബെൽറ്റ് ആൻഡ് പുള്ളി അല്ലെങ്കിൽ ട്രാൻസ്മിഷനെ പറ്റി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതാണ് കാർ തുറക്കുന്നു, ഉള്ളിൽ എഞ്ചിനുള്ളിൽ ടൈമിംഗ് ബെൽറ്റ് കാണിച്ചെടുക്കുന്നു, ഇതിൻ്റെ പർപ്പസ് ഇന്നതാണ്, ഗിയർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക,
അങ്ങനെ പ്രാക്ടിക്കലിൽ നിന്ന് തിയറിയിൽ പോകുമ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് വരുള്ളൂ. ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും കേട്ടിരിക്കാൻ മിക്ക കുട്ടികൾക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ശ്രദ്ധയും പോവില്ല അതിൻ്റെ വിളിക്ക്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രാക്ടിക്കലിന് തിയറി പഠിപ്പിക്കണം. ഇപ്പം നേരെ തിരിച്ചാണ് നടക്കണം, അത് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ പ്രൊജക്ട്സിൻ്റെ മുകളിൽ കുറച്ച് ഫോക്കസ് വേണം. ഇപ്പോൾ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഈ സംഭവം വേണം, എന്നാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു വർക്കിന് വേണ്ട ഒരു പ്രൊഫഷണൽ ലൈഫിന് വേണ്ട ഒരു സ്കിൽ സെറ്റ് ബിൽഡ് ആവുള്ളൂ. ഓക്കെ. സോ ക്യാമ്പസ് ലൈഫ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പരിചയപ്പെടുന്ന ടൈമിൽ എനിക്ക് മറ്റേ ഹോംവർക്ക് മിഷനൊക്കെ കണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണ് കണക്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ സമയത്തൊന്നും കമ്മ്യൂണിറ്റികളോ സാധനങ്ങളൊന്നും അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഐ മീൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ സ്വന്തമായിട്ട് സാധനങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആവുകയും ചെയ്തു. സോ ദേവദത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കമ്മ്യൂണിറ്റികളുടെ പാർട്ട് ആകുന്നതാണോ അതോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സാധനങ്ങൾ ചെയ്തു പോകുന്നതാണോ നല്ലത് എന്നൊക്കെയുള്ളതാണ്? എന്താണ് താങ്കളുടെ ഒരു? ഡെഫിനറ്റ്ലി കമ്മ്യൂണിറ്റിയുടെ പാട്ടാണോ നല്ലത്. കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് മെൻറ്റർഷിപ്പ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ തപ്പി പിടിച്ചിട്ടാണ് ഒരു സൊല്യൂഷനിലേക്ക് എത്തുക. അത് നല്ല പണിയാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ആ കാലത്ത് കമ്മ്യൂണിറ്റീസിനെ പറ്റിയൊന്നും അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അറിയുമ്പോഴാണ് ഇതിലൊക്കെ കയറുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അറിയണ കുറേ ആൾക്കാരുണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് വരെ ചോദിക്കാം. ഇപ്പോൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ ചാനൽസിൽ ചോദിക്കാം, എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം നല്ലത്. എന്തായാലും ജോയിൻ ചെയ്യണൊക്കെ ജോലി ചെയ്യാതിരിക്കണൊക്കെ നല്ലത് ജോയിൻ ചെയ്യണമാണ്, ഒരു സംശയമുണ്ട് ഇതിൽ. ഓക്കെ. സോ ഇപ്പം കുറേ നേരമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താ പറയുക, മേക്കർ മൈൻഡ് സെറ്റ് സാധനങ്ങൾ. എന്താണ് ദൈവത്തിൻ്റെ യോബിയിൽ ഒരു മേക്കർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മേക്കർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ? മേക്കർ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കണ എല്ലാ പ്രൊജക്ട്സും എൻ്റെ ലൈഫിലുള്ള ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാനത് പ്രൊജക്റ്റ് വഴി സോൾവ് ചെയ്യാനാണ് നോക്കുക. ഇപ്പോൾ ഈ ഹോംവർക്ക് മിഷൻ്റെ കേസ് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അസൈൻമെൻറ്റ് റെക്കോർഡൊക്കെ എഴുതിയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സമയം വന്നപ്പോഴാണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായത് ബേസിക്കലി. അപ്പോൾ എൻ്റെ ഫിലോസഫി അതാണ്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട സാധനം പഠിക്കുന്നു, ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത്. സോ ഓക്കെ. എന്തായിരിക്കും ഒരു എന്താ പറയുക, നമ്മൾ അക്കാഡമിക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയധികം തിയറി സാധനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു മേക്കറെ മേക്കറാക്കുന്നത് എന്തൊക്കെ, ഐ മീൻ എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വാളിറ്റീസോ സ്കിൽസ് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ സ്കിൽസോ എന്തായിരിക്കും? ക്ഷമ വേണം. എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനും എററൊന്നും വെച്ചിട്ട് നിർത്തി പോകാൻ പാടില്ല. നിർത്തി പോയി കഴിഞ്ഞാൽ നമ്മൾ സക്സീഡ് ആവില്ല എവിടെയും. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ക്ഷമയാണ്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് ചെയ്യണം എന്നുള്ളൊരു കുറേ പിള്ളേർക്കൊന്നും ചെയ്യണ ഒരു താല്പര്യമില്ല, ഒരു താല്പര്യം വേണം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്കറിയില്ല, സോറി. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് വേണം, ഇന്ന സാധനം ഉണ്ടാക്കണം, എനിക്കൊരു എന്തെങ്കിലുമൊക്കെ ആയി വരണം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റിയും പിന്നെ അതുപോലെ ക്ഷമയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കറാവാം, ഒരു സംശയം. ഓക്കെ. കുറച്ചുകൂടെ പേഴ്സണൽ സാധനം ലൈഫ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ പോലെ തന്നെ ക്യാമ്പസിലായിരിക്കുന്ന സമയത്ത് ക്യാമ്പസിൻ്റെ അക്കാഡമിക് സാധനങ്ങൾ ഈവൻ ദോ എന്താ പറയുക അസൈൻമെൻറ്റ്സും സാധനങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റിൽ എക്സാമിന് നമ്മൾ തന്നെ പോയി പരീക്ഷ എഴുതണം, അതിനുവേണ്ടി പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെയാണ് ഇത്രയധികം പ്രൊജക്ട്സും സാധനങ്ങളൊക്കെ പാരലൽ റൺ ചെയ്തിരുന്നത്. എങ്ങനെയാണ് ആക്ച്വലി അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോരുന്നത്? ബാലൻസ് ഞാൻ ആക്ച്വലി എക്സാമിന് തലേദിവസം പഠിക്കണ്ടായിരുന്നു. ഇന്റേണൽ എക്സാമിന് യൂഷ്വൽ എല്ലാ സ്റ്റുഡൻസിനെയും പോലെ ഞാൻ വെറുതെ തലേദിവസം പഠിക്കുള്ളൂ. ഇന്റേണൽ എക്സാമിനൊക്കെ കുറേ പഠിക്കാതെ പോകും, പിന്നെ അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ച് പഠിക്കും എക്സാമിന് പോണ വഴിയിൽ. അത് മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ വർക്കൊന്നുമില്ല, ജസ്റ്റ് പാസിനാണ് എല്ലാം പോയത്. എനിക്ക് അക്കാഡമിക് സൈഡ് ആക്ച്വലി താല്പര്യമില്ല. എനിക്ക് താല്പര്യം വരിക അത് പ്രാക്ടിക്കൽ സൈഡായിട്ട് ലിങ്ക് ആകുമ്പോഴാണ്. സോ വലിയ ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഞാൻ ഇന്നലെ ആക്ച്വലി കുറേ സാധനങ്ങൾ ഇങ്ങനെ ആർട്ടിക്കിൾസ് ഒക്കെ റെഫർ ചെയ്തപ്പോഴത്തേക്കും KIMI.AI എന്ന് പറഞ്ഞിട്ട് ഒരു
റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ള സാധനം. ഞാൻ നോക്കിയപ്പോഴത്തേക്കും വെബ് സാധനങ്ങൾ സ്ക്രേപ്പ് ചെയ്യുന്നതിലോ സാധനങ്ങൾ ഭയങ്കര അടിപൊളി, ഭയങ്കര ക്വിക്കായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ദേവദത്ത് ഇന്ന ഇൻഡിവിജ്വലാണ് തൃശ്ശൂരിൽ നിന്ന് അറൗണ്ട് എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 24+ ന്യൂസ് ആർട്ടിക്കിൾസ്, എനിക്ക് അന്നത്തെ ഹോംവർക്ക് മിഷനൊക്കെ അറൗണ്ടൊക്കെ ആയിട്ട് റിലേറ്റഡ് കുറേ സാധനങ്ങൾ. പിന്നെ താങ്കളുടെ ഇൻക്ലൂഡിങ് താങ്കളുടെ ഗിറ്റബ് പ്രൊഫൈൽ അല്ലാതെ 1-2 ഹാക്കർ ചാനൽസിലും സാധനങ്ങളൊക്കെ ആയിട്ട് താങ്കൾ കീപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സ് ഒക്കെ ഇടുന്ന കൈൻഡ് ഓഫ് ചാനൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് കുറേയധികം സോഷ്യൽ മീഡിയ സ്പേസുകളിൽ ഇൻ്റർവ്യൂസും വീഡിയോസൊക്കെ ആയിട്ട് വന്നിരുന്നു. അത്യാവശ്യം ഒരു എന്താ പറയുക ചർച്ച ചെയ്യപ്പെട്ടൊരു ഫിഗറായിരുന്നു ആ സമയത്ത്. സോ ലൈം ലൈറ്റിൽ വന്നപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടോ? സാധാരണ വെച്ചാൽ അന്ന് ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ട് മറ്റേ എന്താ പറയുക ഒരു ഏലിയനേറ്റഡ് കിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അഡ്വാൻറ്റേജ് ആണോ ഉണ്ടായത്, അതോ സ്റ്റിൽ എങ്ങനെ പുതിയ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരുന്നു? അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ കുറച്ച് വൈറലാവുക എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ പരിചയപ്പെടാൻ പറ്റി. കൊറിയനെ ലൈക്ക് ഓൺലൈനിൽ പരിചയപ്പെട്ടത് ഇത് കാരണമായിരുന്നല്ലോ. അതുപോലെ എനിക്ക് ഇന്ത്യക്ക് പുറത്തു പോയിട്ടുള്ള കുറേ ആൾക്കാരായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റി ഇങ്ങനെ സംഭവം. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെ സംഭവം. ഇത് വൈറലാവാനൊരു ടിപ്പുണ്ട്. വൈറലാവാൻ എന്നുള്ളത് തിയറി സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വേണ്ട ഒരു സാധനം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനം കൊണ്ടു കഴിഞ്ഞാൽ മിക്കതും വൈറലാവും. അത് കുറേ ആൾക്കാർക്ക് നീഡ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കണം. അതാകുമ്പോൾ എല്ലാവർക്കും എനിക്ക് സംഭവം വേണം, എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഈ സാധനം എവിടെ എത്ര പൈസ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ ഇത് കൂടുതൽ വൈറലാക്കും. കാരണം എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് വേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് പോപ്പുലർ ആവാൻ സാധ്യതയുണ്ട്. ചെറിയ ടിപ്പാണ്. എന്തൊക്കെയാണ് അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ തന്നെ കുറേ സമയം എടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞു 2 മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഒരു സ്റ്റാക്ക് ബുക്കിൽ ഹോംവർക്ക് ചെയ്യാനുള്ളത്, പിന്നെ A4 ഹോംവർക്ക് ചെയ്യാനുള്ളത്. ഇതിന് 2 സെപ്പറേറ്റ് മെഷീൻസാണ്. ഈ മെഷീനിന് നല്ല റിലയബിലിറ്റി വേണം. പിന്നെ ഒരു പ്രൊഡക്ഷനിൽ എത്തിക്കേണ്ട ക്വാളിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. കുറേ ഇറ്ററേറ്റ് ചെയ്യണം. പറഞ്ഞല്ലോ, കുറേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കുറേ ഇറ്ററേഷൻസ്, കുറേ പ്രോട്ടോടൈപ്സ് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ആ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഈച്ച്. ബുക്കിന് വേണ്ടത് 2 ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. A4 വേണ്ട 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ടെസ്റ്റിങ്ങിലാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോംവർക്കിൻ്റെ കാര്യമുണ്ട്. പിന്നെ 3D പ്രിൻ്റർ കാരണം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സൈഡിൽ വേറെ പ്രൊജക്റ്റിൻ്റെ ഒരു കോൺട്രാക്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബിസിനസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, എല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ. ഇപ്പം ഒരു 6 month ഒക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിട്ട് ഇഷ്ടം കുറേ ഐ മീൻ നമുക്ക് തന്നെ അറിയില്ല ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടാകുന്ന സാധനം. ഐ മീൻ സ്കേഡ് ആണോ? ഐ മീൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സ് സാധനങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ആക്ച്വലി എനെ താങ്കൾ അപ്രോച്ച് ചെയ്യുന്നത്? എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് അത്ര വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല ഞാൻ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സംഭവം വന്നിട്ട് വലിയ അഡ്വാൻറ്റേജ് ചെയ്യും. കാരണം ഇപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം എന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര എളുപ്പമായി. ഞാൻ അന്ന് ചെയ്ത ഹോംവർക്ക് മെഷീൻ്റെ കോഡൊക്കെ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അന്നൊക്കെ ഒരാഴ്ച വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ചിലപ്പോൾ മിക്കവാറും ഈ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെന്നൊക്കെ വരും. അപ്പോൾ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട്. കുറേ യൂസ്ഫുള്ളാണ്. നമ്മുടെ കാര്യം ടൈം കുറേ സേവ് ചെയ്യാം. പിന്നെ സ്കേഡാണ് ചോദിച്ചപ്പോൾ ഞാൻ അത്രയ്ക്ക് സ്കേഡല്ല. സ്കേഡാവേണ്ട ആൾക്കാർ എന്ന് പറയുകയാണെങ്കിൽ ഒരു മേഖലയിൽ മാത്രം വല്ലാതെ ഫോക്കസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രം ഭയങ്കര ഹൈപ്പർ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോഡിംഗ് എന്നുള്ള കാര്യം ചിലപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ടാവും. കോഡിംഗ് എന്നുള്ള കാര്യം മാത്രം ഉണ്ടാവും. എന്ന് വെച്ചാൽ കോഡിംഗ് വെച്ചെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. റസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ റസ്റ്റ് കോഡിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പൈതണിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ സ്ട്രക്ചറിലൊക്കെ വല്ലാതെ ഫ്ലുവൻസി വരേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു നീഡ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. കാരണം ഫുള്ളി സി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് മാനേജർ എന്നുള്ള ലെവലെത്തും ചിലപ്പോൾ എല്ലാ എഞ്ചിനീയേഴ്സും. അങ്ങനെ ലെവലെത്തുമ്പോൾ കൂടുതൽ ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് വേണം. ജനറൽ ആയിട്ടുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിവട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിന്ന് ഇത് കോഡിങ് ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഇതിലേക്ക് പിവട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹാർഡ്വെയർ ഉണ്ടാവും. ഇതൊക്കെ കൂടി മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ സേഫാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ത്രെട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷേ സ്കിൽ സെറ്റ് കൂടുതൽ ഉണ്ടാക്കാനാണ് ഞാൻ
സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ സ്റ്റിൽ പുതിയ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തെർമൽ ക്യാമ്പ് അത് ഇതൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി പുതിയ ടെക്നോളജീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് അറൗണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്നതൊക്കെ? ഞാൻ പുതിയ കാര്യങ്ങൾ എന്തായാലും ഞാൻ യൂണിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് തെർമൽ ക്യാമറ കൊണ്ടുവന്നുണ്ട്. ഇത് തെർമൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്യാമറസ് RGB ക്യാമറാസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻസർ ഉണ്ട്. അതിൽ നമ്മൾ സാധാരണ റെഡ് ഗ്രീൻ ബ്ലൂ വേവ് ലെങ്ത്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഇതിൽ ഇൻഫ്രാറെഡ് വേവിനാണ് ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡിറ്റക്ട് ചെയ്യുക. ഇത് ഞാൻ US നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ്. FLIR 1 Pro എന്നാണ് ഇതിന് പറയുക. ജസ്റ്റ് ഓൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, കാണിച്ചു തരാം. ഇത് ഓണായി വരട്ടെ. ഇതിനിടയിൽ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ സോൾഡറിംഗ് ആണ് എല്ലാവരും കണ്ടുണ്ടാവും. USB-C ഇത് വർക്ക് ചെയ്യുന്ന സോൾഡറിംഗ് കണ്ടുണ്ടാവും. ഇത് പൈൻസിൽ എന്നാണ് പറയുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് USB-C 65 വാട്ട്സിൻ്റെ USB-C ചാർജർ ഉണ്ടെങ്കിൽ ഇതിൽ കുത്തിയിട്ട് നമുക്ക് ഇത് പവർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ 8 സെക്കൻഡിൽ 350 ഡിഗ്രി സെൽഷ്യസ് എത്തും ഓണായി കഴിഞ്ഞാൽ. അപ്പോൾ 2, 3, 4, 5 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഹീറ്റപ്പ് ആവും. പിന്നെ നല്ല പവർ ഉണ്ട്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിൽ. ടെമ്പറേച്ചർ കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സെൻസേഴ്സൊക്കെ ഫോർ എക്സാമ്പിൾ ഫോഴ്സ് സെൻസർ FSR ഫോഴ്സ് സെൻസിങ് റെസിസ്റ്റർ ആണെങ്കിൽ വല്ലാതെ ചൂട് വെച്ചിട്ട് സോൾഡർ ചെയ്യാൻ പാടില്ല, അത് നാശമാവും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കുറച്ചിട്ട് ചെയ്യാം. അതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. കുറേ സോൾഡർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിക്കണമെന്ന് നല്ലത്. കുറച്ച് നമ്മൾ സോൾഡറിങ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ കുറേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യൂസ്ഫുൾ. ഓക്കെ ഓക്കെ ഓക്കെ. തെർമൽ ക്യാമറ ഇതാണ്. കാലിബറിറ്റ് സ്ക്രീനിൽ ടച്ച് ആകുമ്പോഴാണ് ആണല്ലോ. ബേസിക്കലി ടെമ്പറേച്ചർ നോക്കാം. ഞാൻ 3D പ്രിൻ്റർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണിത്. ഓക്കെ. ഓ 3D പ്രിൻ്ററിൽ അപ്പം എന്ത് ഏരിയയിലാണ് അപ്പോൾ തെർമൽ ക്യാംസ് യൂസ് ചെയ്യുന്നുണ്ടാകുക? 3D പ്രിൻ്റർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫിലമെൻറ്റ് മെൽറ്റ് ചെയ്യാൻ ഒരു ഹീറ്റർ ഉണ്ട് അവിടെ. ഓക്കെ. പിന്നെ അതുപോലെ ബെഡ് ഹീറ്റ് ചെയ്യാൻ. എൻ്റെ ബെഡ് ഹീറ്റ് ചെയ്യേണ്ട പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് നമ്മൾ ചെയ്തത് കൂളായിട്ട് ഷ്രിങ്ക് ആയിട്ട് ബെഡിൽ നിന്ന് വിട്ടു പോകുന്ന കഴിഞ്ഞാൽ പ്രിൻ്റ് ഫെയിൽ ആവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബെഡ് ഹീറ്റ് ആവും. ബെഡ് ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ബെഡ് തൊണ്ട് വന്നിട്ട് ഹീറ്റ് ചെയ്യേണ്ടി ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ചേമ്പറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഹോട്ട്സ്പോട്ട് ഉണ്ടോ, ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് 3D പ്രിൻ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെയും കുറേ പർപ്പസ് ഉണ്ട്. ഈ വീട്ടിലൊക്കെ കുറച്ച് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ മുകളിൽ എൻ്റെ ഓട് വീടാണ്. അപ്പോൾ ഓട് ചൂടായിട്ട് എവിടുന്ന ചൂട് വരുന്നതെങ്കിൽ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഞാൻ തെർമോക്കോൾ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഇൻസുലേഷൻ കൂട്ടിയപ്പോൾ 3 ഡിഗ്രി കുറഞ്ഞു വീട്ടിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിന് ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. യെസ്. സോ നമ്മളുടെ ഈ ഹോൾ സീരീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ബാക്കിയുള്ള സെറ്റ് ഓഫ് സ്റ്റുഡൻസിനും റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ കൂടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കുറേ സാധനങ്ങൾ ചെയ്ത് ഒരു മേക്ക് മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള കുറേ റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ള കൈൻഡ് ഓഫ് ഇതാണ് നമ്മുടെ ഹോൾ സീരീസിൻ്റെ ഉദ്ദേശവും. അതിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് എല്ലാ മന്തിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും പ്രൊജക്ട്സോ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മേക്കർ ഓഫ് ദ മന്ത് എന്നുള്ള റെക്കഗ്നിഷനും കൊടുക്കുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താങ്കൾ ഭയങ്കര യുണീക്കാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നത് വിദ്യ നമ്പരാണെന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ലൈക്ക് കമ്മ്യൂണിറ്റിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലൈക്ക് എന്നെ പോലത്തെ ആൾക്കാർ കുറവാണല്ലോ, ഇങ്ങനെ ഉണ്ടാക്കാൻ ആർക്കും താല്പര്യമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ കയറുമ്പോൾ ചില കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് എന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ കോളേജിൽ ഇല്ലയെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ കുറേ ഉണ്ട്. ഇത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാത്ത വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഷുവറായിട്ട് മിക്ക ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പണി തന്നെയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. സോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്നുണ്ടാകുക ഒരു എഞ്ചിനീയറുടെ തലയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ജോക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സെറ്റ് ഓഫ് ആൾക്കാർക്കൊന്നും ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു അങ്ങനെ ഒരുപാട് ജോക്കുകൾ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള സെറ്റ് ഓഫ് ആൾക്കാർ അറൗണ്ട് പറയാറുണ്ട്. സോ
ചിലപ്പം ഇനി അങ്ങോട്ടേക്കുള്ള ടൈമിൽ അതിൻ്റെ നമ്പേഴ്സും ഇതിലും കൂടാനായിരിക്കും ഐ മീൻ സാധ്യതയുള്ള അതിലായിട്ട്. സോ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ക്യാമ്പസിലായിരിക്കുന്ന സമയത്തും അതിനുശേഷവും ഒക്കെ ആയിട്ട്? ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ് അതിന് ബിൽഡ് ആവണില്ല. ഓക്കെ. അപ്പോൾ സ്കിൽ സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കമ്പനിക്ക് ഹയർ ചെയ്യേണ്ട ഒരു ഇതില്ലാത്തത്, പൊട്ടൻഷ്യൽ ഇല്ലാത്തതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു സ്കിൽ സെറ്റ് ഇല്ലാത്ത ആളെ അവർക്ക് ഹയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും കോറായിട്ടുള്ള ഇഷ്യൂ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേ തിയറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ തിയറി എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളൊരു കാര്യം നമ്മൾ കോളേജിലാവുമ്പോൾ കുറേ എക്സാം എഴുതുന്നുണ്ട്, കുറേ തിയറി പഠിക്കേണ്ടത്, കുറേ എക്സാം എഴുതുന്നുണ്ട്. പക്ഷേ നമ്മൾ എവിടെയും വർക്കിൽ പോയി എന്ത് ചെയ്യണോ ആ കാര്യം കോളേജിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ തിയറിയിൽ നിന്ന് പ്രാക്ടിക്കൽ ചെയ്യണതിന് പകരം പ്രാക്ടിക്കലിൽ നിന്ന് തിയറി പഠിപ്പിച്ചു കഴിഞ്ഞാലാണ്, പ്രത്യേകിച്ച് ഹാർഡ്വെയറിൻ്റെ സൈഡിൽ അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ സ്കിൽ സെറ്റ് ബിൽഡാവുക. പിന്നെ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് വരിക അങ്ങനെയാണ്. എനിക്ക് വെറുതെ ക്ലാസ്സിൽ കുറേ നേരം ഇങ്ങനെ തിയറി കേട്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല, അപ്പോൾ ശ്രദ്ധയും കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിൽ നിന്ന് തിയറി ഓരോ ഫോർ എക്സാമ്പിൾ കാർ എടുക്കുന്നു, അതിൻ്റെ ഓരോ കമ്പോണൻറ്റ്സ് നമ്മൾ ഫിസിക്കലി കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും, കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ലേണിങ്ങിൻ്റെ ഒരു പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ അതിൽ കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഉള്ള സിസ്റ്റത്തിൽ നമ്മൾ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറേ വർക്ക് ചെയ്യണം. എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സൈഡിൻ്റെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് കുറേ സ്കിൽ സെറ്റ് നമ്മൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഞാൻ ചെയ്തപോലെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ആവും. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ആർഡിനോ ഇലക്ട്രോണിക്സ് പഠിക്കാം, പിന്നെ 3D മോഡലിംഗ് പഠിക്കാം. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ടൊരു ഫൈനൽ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഫൈനൽ പ്രോജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാക്കത്തോൺസിന് പോകാം. ഹാക്കത്തോൺസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈക്ക് സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാം, നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാം, സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യാം. പിന്നെ ടൈമിൽ ചെയ്ത് തീർക്കേണ്ട ഒരു സ്കില്ല് വലിയൊരു സ്കില്ലാണ്. അത് നമുക്ക് വർക്കിന് മുമ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ടൈമിൽ കാര്യങ്ങൾ തീർക്കുക എന്നുള്ളത്. ഇത്രയും സ്കിൽസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര എക്സ്ട്രീംലി ഹൈ പ്രോബിലിറ്റി ആണ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്താണെങ്കിലും ഭയങ്കര ക്രിസ്പായിട്ടാണെന്നുണ്ടെങ്കിലും കുറേ സാധനങ്ങൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. താങ്കളുമായിട്ട് ഫർദർ താങ്കൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ, അതോ ഇപ്പം ആൾക്കാർക്ക് ആർക്കെങ്കിലും താങ്കളുമായിട്ട് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട്സിലൊക്കെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ദേവദത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവണത് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമാണ്. ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ID ഡെവലപ്പർ DEVALOPR. ഓക്കെ. ഇവിടെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവ് ആവുക ഈ 2 സ്ഥലത്താണ്. സോ ഇമെയിൽ നോക്കുകയാണെങ്കിൽ developer0@gmail.com. ഓക്കെ. ഇതൊക്കെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ